എന്താണ് റമദാൻ? ഇസ്ലാമിക കലണ്ടറിലെ 9ാമത്തെ മാസമാണ് റമദാൻ. ഇസ്ലാമിൽ ഇതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഈ മാസത്തിലാണ് ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനിലെ ആദ്യ വാക്യങ്ങൾ മുഹമ്മദ് നബിക്ക് അവതരിച്ചതെന്ന് വിശ്വസിക്കുന്നു. റമദാനിലെ ഉപവാസം ആത്മീയ ചിന്തയെ പ്രോത്സാഹിപ്പിക്കാനാണ്. ഇസ്ലാമിന്റെ 5 തൂണുകളിൽ ഒന്നാണ് നോമ്പ്. വിശ്വാസത്തിന്റെ തൊഴിൽ, ദിവസത്തിൽ 5 നേരം പ്രാർത്ഥന, സകാത്ത്, ജീവിതത്തിൽ ഒരിക്കൽ വിശുദ്ധ നഗരമായ മക്കയിലേക്ക് തീർത്ഥാടനം നടത്തുക എന്നിവയാണ് മറ്റ് സ്തംഭങ്ങൾ. ഈ കാലയളവിൽ ഉപവസിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും ദയയും ക്ഷമയും കാണിക്കാനും ദൈവവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും പ്രോത്സാഹിപ്പിക്കുന്നു. ഖുർആൻ പാരായണത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നു. സുഹൂർ അല്ലെങ്കിൽ സെഹറി എന്നറിയപ്പെടുന്ന പ്രഭാതത്തിനു മുമ്പ് അതിരാവിലെ ഭക്ഷണം കഴിക്കുന്നു. പകൽ സമയത്ത് സൂര്യാസ്തമയത്തിനു ശേഷം ഇഫ്താർ അല്ലെങ്കിൽ ഫിത്തൂർ എന്ന് വിളിക്കപ്പെടുന്ന വൈകുന്നേരത്തെ ഭക്ഷണത്തോടെ നോമ്പ് തുറക്കുന്നത് വരെ വെള്ളം ഉൾപ്പെടെ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുത്. ആർക്കെങ്കിലും റമദാൻ നല്ല തുടക്കം ആശംസിക്കണമെങ്കിൽ അനുഗ്രഹീതമായ റമദാൻ എന്നർത്ഥം വരുന്ന റമദാൻ മുബാറക്ക് എന്ന് പറയുന്നത് പതിവാണ്. ഉദാരമായ റമദാൻ എന്ന് വിവർത്തനം ചെയ്യുന്ന റമദാൻ കരീം എന്നും നിങ്ങൾക്ക് പറയാം.